subscribe now and press the bell icon. Never miss an update. Welcome to Simi's Delicious Time. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ അമർത്തുക. പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ പൈനാപ്പിൾ സ്ക്വയറിൽ കട്ട് ചെയ്തത്, 180 ഗ്രാം ഏത്തപ്പഴമാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. അതായത് ഒരു ഏത്തപ്പഴം, അത് അത്യാവശ്യം നല്ല പഴുത്ത ഏത്തപ്പഴമാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു സ്വല്പം സമയം മതിയാകും ഇത് വെന്ത് വരാൻ. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മിക്സിയിൽ ഒരു അരമുറി തേങ്ങയും ഒരു അല്പം കടുകും 2 പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് മിക്സിയിലിട്ട് നന്നായി അരച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മിക്സിയിൽ പറ്റിയിരിക്കുന്ന കുറച്ചുകൂടെ വെള്ളം കൂടെ കഴുകി ഞാൻ അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ പുളി അനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അരപ്പും ചേർക്കാം. കറി ഒന്ന് തിളക്കട്ടെ. നമുക്കിനി മുന്തിരിങ്ങ ചേർക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഇനി നമുക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുകിടുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും ഇടാം. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് അല്പസമയം അടച്ചു വയ്ക്കാം. There's no time for regrets. I've been flying from town to town. പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. സിമീസ് ഡെലിഷ്യസ് ടൈം. താങ്ക് യു.